ನಮ್ಮೊಟ್ಟಿಗೆ ಜಂಡು ವಿಷಯ ಹಾಕಿಕೊಂಡು ನಾಳೆ SYF ಸ್ಟೇಟ್ ಕಮಿಟಿ ಇನ್ನೊರು ಜಾಯಿಂಟ್ ಸೆಕ್ರೆಟರಿ ಹಂಗೆ KU ಇಸಾಕ್ ಕಾಸಿಮಿ ನಾದಾಪುರ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹ್ಮತುಲ್ಲಾಹಿ ವಬರಕಾತು. ಬಿಸ್ಮಿಲ್ಲಾ ಅಲ್ಹಮ್ದುಲಿಲ್ಲಾ ಅಸ್ಸಲಾತು ವಸ್ಸಲಾಮು ಅಲಾ ರಸೂಲಿಲ್ಲಾ ವಅಲಾ ಆಲಿಹಿ ವಸ್ವಹ್ಬಿಹಿ ಅಜ್ಮഈನ್ ಅಮ್ಮಾ ಬಅದ್. ബഹുവന്യരായ നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഖ്യ പ്രഭാഷണം നടക്കുവാനുണ്ട്. അനവധി ആശംസകളും ഇവിടെ നടക്കുവാനുണ്ട്. അതിനിടയിൽ ദീർഘമായി എന്തെങ്കിലും സംസാരിക്കുന്നില്ല. ബഹുവന്യരായ സലീം വഹബി പറഞ്ഞതുപോലെ ഈ സന്തോഷത്തിൽ പങ്കെടുക്കുക, കൂടുക, നിങ്ങളെയൊക്കെ ഒന്ന് കാണുക എന്നത് തന്നെയാണ് ഈ വരവിൻ്റെ ലക്ഷ്യവും ഉദ്ദേശവും. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഈ ഭൂമി ലോകത്ത് ചില ആളുകൾക്ക് പ്രത്യേകമായ അനുഗ്രഹങ്ങൾ, അള്ളാഹുവിൻ്റെ സൃഷ്ടികളൊക്കെ അവൻ്റെ സൃഷ്ടികളായിരിക്കെ തന്നെ ചില ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി തിരഞ്ഞെടുക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കറിയാം. സൃഷ്ടിജാലങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരായ പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുർസലുകളെ പ്രത്യേകമായി തിരഞ്ഞെടുത്തു. മുർസലുകളിൽ നിന്ന് ശ്രേഷ്ഠരായ മുർസലുകളുടെ പേരുകൾ പ്രത്യേകമായി പരാമർശിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് പരിചയപ്പെടുത്തി. അവരിൽ നിന്ന് തന്നെ ഉലുൽ അസ്മുകളായ ഏറ്റവും ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന മുർസലുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തു. ഇങ്ങനെ ഈ ലോകത്ത് പ്രത്യേകമായി അനുഗ്രഹങ്ങൾ കൊണ്ട്, അള്ളാഹുവിൻ്റെ മഹത്തായ നിഅമത്തുകൾ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പല അടിമകളെയും തിരഞ്ഞെടുക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ കൂട്ടത്തിൽ നമ്മൾ ഏറെ നന്ദിയോടെ, അള്ളാഹുവിന് ഏറെ ശുക്രോടെ നാം ഓർക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തായ ഒരു തെരഞ്ഞെടുപ്പ്, മഹത്തായ ഒരു അനുഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേൽ ചൊരിഞ്ഞിട്ടുണ്ട്. നാം ഇതിൽ ഏറെ നന്ദിയുള്ളവരാണ്, അള്ളാഹുവോട് ഏറെ ശുക്റുള്ളവരാണ്. ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കോടാനുകോടി മുസ്ലിങ്ങളെ ഈ ലോകത്ത് ഇന്ന് ഉണ്ട്. 200 കോടിയോ അതിനടുത്തോ മുസ്ലിങ്ങൾ ഇന്ന് ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ഭൂമിയിൽ വസിക്കുന്നുണ്ട്. ഈ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ അനുഗ്രഹങ്ങൾ കൊണ്ട് സത്യത്തിൻ്റെ, ഹക്കിൻ്റെ ഏറ്റവും ഉന്നതമായ, ഏറ്റവും ശരിയായ, ഏറ്റവും നല്ല വഴിയിലൂടെ ചരിക്കുവാൻ, സഞ്ചരിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്നത് വലിയ ഒരു അനുഗ്രഹം തന്നെയാണ്. അത് കേവലമായി നാം പറയുന്നതല്ല, മറിച്ച് നമുക്ക് പല അടയാളങ്ങൾ കൊണ്ടും പല ചിഹ്നങ്ങൾ കൊണ്ടും പല ലക്ഷണങ്ങൾ കൊണ്ടും മനസ്സിലാക്കാൻ കഴിയുന്ന താജുൽ ഉലമ ഖുതുബത്തുൽ മുഹഖ്ഖിഖീൻ വണ്ടൂരിലെ മഹാനവർകൾ, ആ മഹാനവർകളുടെ ആ ഒരു വഴിയിലൂടെ അവിടുത്തെ ഗുരുവര്യന്മാർ, ആ പരമ്പര ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് മുട്ടിക്കുമ്പോൾ ആ പരമ്പരയിൽ എവിടെയും യാതൊരു നിലയിലുള്ള വക്രതകളോ, ഏതെങ്കിലും നിലയിൽ ഗുരുവര്യന്മാരുടെ അതേ വഴിയിലൂടെ ഓരോ പരമ്പരയിലെ ആളുകളും കൃത്യമായി സഞ്ചരിച്ച
ഗുരുവര്യന്മാരെ പൂർണ്ണമായി അനുധാവനം ചെയ്ത് അംഗീകരിച്ചു പോയ ഒരു മഹത്തായ പരമ്പരയിലൂടെയാണ് മഹാനായ താജുൽ ഉലമ മഹാനവർകളുടെ പരമ്പര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എത്തുന്നത്. ആ പരമ്പരയിലെ ഇങ്ങേ തലക്കൽ ഒരു കണ്ണികളാകാൻ കഴിഞ്ഞു എന്നത് തന്നെ വലിയ അനുഗ്രഹമാണല്ലോ. നമ്മൾ ചിന്തിച്ചു നോക്കൂ, നമുക്ക് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീന മുനവ്വറയിലേക്ക് നമ്മുടെ മനസ്സുകളെ അല്പസമയം കൊണ്ടുപോകാം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും അവിടുത്തെ മദീനത്തെ പള്ളി നാം ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈത്തപ്പന തടി കൊണ്ട് തൂണുകൾ വെച്ച് ഈത്തപ്പനയോലകൾ കൊണ്ട് മറച്ച നിലത്ത് മണൽ വിരിച്ചിട്ടുള്ള ഇന്നത്തെ നമ്മുടെ പള്ളികൾ വലിയ കോൺക്രീറ്റ് സൗധങ്ങളാണ്. നിലത്ത് മാർബിളുകളാണ്, ടൈലുകളാണ്. ഇതൊന്നുമില്ലാത്ത ലളിതമായ ഒരു പള്ളിയായിരുന്നല്ലോ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പള്ളി. ആ പള്ളിയെ നാം ചിന്തിച്ചു നോക്കൂ. അവിടുത്തെ നിസ്കാരത്തിന് നേതൃത്വം നൽകുന്നത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അവിടുത്തെ പിന്നിൽ അണിനിരന്നിരിക്കുന്നത് അവിടുത്തെ ഉത്തമരായ സ്വഹാബത്താണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കൂട്ടത്തിലുണ്ട്, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹും, അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹും തുടങ്ങി സ്വഹാബത്തിലെ പ്രമുഖരും സഹാബത്തുകളൊക്കെയുണ്ട്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പള്ളിയുടെ രീതികൾ, ഭൗതികമായ രൂപങ്ങളൊക്കെ ഇന്ന് ലോകത്തെല്ലായിടത്തും മാറിയിട്ടുണ്ട്. അത് ഭൗതിക ലോകത്ത് ലോകം പുരോഗമിക്കുമ്പോൾ, ലോകം മുന്നോട്ട് പോകുമ്പോൾ ഭൗതിക സാഹചര്യങ്ങളും സൗകര്യങ്ങളും കൂടിക്കൊണ്ടിരിക്കും. അത് സമൂഹം ഉപയോഗിച്ചു കൊണ്ടിരിക്കും. അത് സ്വാഭാവികമാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അന്നത്തെ ആ മദീന മുനവ്വറയിലെ മസ്ജിദുൻ നബവിയിൽ നടന്നിരുന്ന അവിടുത്തെ ഇബാദത്തുകൾ നാം ഒന്ന് ആലോചിച്ചു നോക്കൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേതൃത്വം നൽകിയിരിക്കുന്ന ആ നിസ്കാരം, റസൂൽ നേതൃത്വം നൽകിയിരിക്കുന്ന ജുമുഅ, അവിടുത്തെ ജമാഅത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു കൊടുത്തിരുന്ന ആ ബാങ്ക്, ആ ബാങ്കും നിസ്കാരവുമൊക്കെ ഇന്ന് അതേ രൂപത്തിൽ, അതേ രീതിയിൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് റസൂലും സഹാബത്തും എങ്ങനെയായിരുന്നുവോ അത് നിർവഹിച്ചത്, അതേ രൂപത്തിൽ ഇന്ന് ലോകത്ത് എത്ര മുസ്ലിങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയുന്നുണ്ട് എന്ന് നാം ഒന്ന് ആലോചിച്ചു നോക്കൂ. അന്ന് റസൂൽ ഖുത്ബ ഓതിയിരുന്നത് അറബിയിലായിരുന്നു. ഇന്ന് അവിടുന്ന് ഒരുപാട് മാറി പല സ്ഥലങ്ങളും. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുത്ബ ഓതിയിരുന്നത്, അവിടുന്ന് ജമാഅത്തായി നിസ്കരിച്ചിരുന്നത് ഇന്ന് പോലെയുള്ള ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിക്കാതെ, മറ്റെന്തെങ്കിലും മാധ്യമങ്ങൾ ഉപയോഗിക്കാതെ കേവലമായ തൻ്റെ തൊള്ള ശബ്ദം കൊണ്ട് സമൂഹത്തെ കേൾപ്പിച്ചുകൊണ്ടായിരുന്നു. ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു അന്ന് ലോകത്തിന് ശബ്ദം കേൾപ്പിച്ചത്, ലോകത്തിന് മുഴുവൻ അവിടുത്തെ ശബ്ദം കേൾപ്പിച്ചിട്ടുള്ളത് ഈ സ്പീക്കറുകളോ മറ്റോ ഉപയോഗിക്കാതെ കേവലമായി തൻ്റെ തൊള്ള ശബ്ദം കൊണ്ടായിരുന്നു ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു തൻ്റെ ശബ്ദം കേൾപ്പിച്ചിരുന്നത്. ആ ഒരു പാരമ്പര്യം, ആ ഒരു നിസ്കാരം, ആ ഒരു ഖുതുബ, ആ ഒരു ജമാഅത്ത്, ആ ഒരു ബാങ്ക്, ആ ഒരു ഇഖാമത്ത്, അത് അങ്ങനെ തന്നെ അനന്തരമെടുക്കാൻ, അത് അങ്ങനെ തന്നെ അനുധാവനം ചെയ്യാൻ, അതങ്ങനെ തന്നെ പിന്തുടരുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന് ലോകത്തുള്ള കോടാനുകോടി മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ലോകത്തിൻ്റെ അങ്ങിങ്ങായിട്ട് കുറച്ച് ആളുകളെ തിരഞ്ഞെടുത്തു. കേരളത്തിലുണ്ട്, കർണാടകയിലുണ്ടാകും, അതുപോലെ തമിഴ്നാട്ടിലുണ്ട്, ലോകത്തിൻ്റെ വിദേശ രാഷ്ട്രങ്ങളിൽ അവിടെ ഇവിടങ്ങളായിട്ട്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ സത്യദീനിന്റെ അന്ന് റസൂൽ നിർവഹിച്ച അതേ രൂപത്തിൽ അവിടുത്തെ ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത് അതാണല്ലോ നിസ്കാരം. നിസ്കാരമാണല്ലോ നമ്മുടെ ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത്. അതിൽ തന്നെ ജുമുഅയാണല്ലോ ഏറ്റവും ശ്രേഷ്ഠമായത്. ആ ജുമുഅയും നിസ്കാരവും ജമാഅത്തും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർവഹിച്ചിരുന്ന അതേ രൂപത്തിൽ നിർവഹിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കോടാനുകോടി മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് കുറച്ച് ആളുകളെ തെരഞ്ഞെടുത്തപ്പോൾ അതിൽ ഒരു മെമ്പർഷിപ്പ് കിട്ടുവാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര വലിയ അനുഗ്രഹമാണ് നമ്മുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് ആലോചിക്കാൻ കഴിയും. ലോകത്തെ ഒരുപാട് പള്ളികളുടെ കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെട്ട പള്ളികളിൽ റസൂലുള്ളാഹിയുടെ ആ പള്ളിയുടെ പാരമ്പര്യം പിന്തുടരുന്നെങ്കിൽ ആ പള്ളികളുടെ കൂട്ടത്തിൽ ഈ പാനമംഗളൂരിലെ ഈ പള്ളി നമുക്ക് ഉൾപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമ്മുടെ നാടിനെ എത്രമാത്രമാണ് അനുഗ്രഹിച്ചത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അള്ളാഹുവോട് നാം എത്ര ശുക്റുള്ളവരാകണം, എത്ര നന്ദിയുള്ളവരാവണം. സത്യത്തിന്റെ മാർഗത്തിൽ കുറഞ്ഞ ആളുകളാണ്, സത്യത്തിന്റെ വഴിയിൽ ആളുകൾ കുറവാണ് എന്നത് ഒരിക്കലും സത്യം അസത്യമാകാനോ സത്യത്തിനെ പിന്തുടരാതിരിക്കുവാനോ നമുക്ക് നിർവാഹമില്ലല്ലോ. മഹാനായ ഫുളൈൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രസിദ്ധമായ വാക്കുണ്ടല്ലോ, ഇൽസം തുറുക്കൽ ഹുദാ വലാ യളുറുക ഖില്ലത്തു സാലിക്കീൻ. ഇൽസം തുറുക്കൽ ഹുദാ, സത്യത്തിന്റെ മാർഗത്തെ നീ പിന്തുടരണം, അത് വിടാതിരിക്കണം. ലാ തളുറുക ഖില്ലത്തു സാലിക്കീൻ, ആ വഴിയിൽ പ്രവേശിച്ച ആളുകൾ കുറവാണ് എന്നത് നിന്നെ ഒരിക്കലും പ്രയാസപ്പെടുത്തുന്ന, നിന്നെ അലോസരപ്പെടുത്തുന്ന, നിനക്ക് എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് കുറഞ്ഞ ആളുകളാണെന്ന് വിചാരിച്ചതുകൊണ്ട് സത്യം നീ പിന്തുടരാതിരിക്കേണ്ടതില്ല. ഇയ്യാക വ തുറുക്കൽ ലലാല, അസത്യത്തിന്റെ വഴികേടിന്റെ തെറ്റിന്റെ മാർഗങ്ങൾ നീ സൂക്ഷിക്കണം. വലാ തഗ്തറ ബികസ്റത്തി സാലിക്കീൻ, അസത്യത്തിന്റെ മാർഗത്തിൽ ഒരുപാട് ആളുകളുണ്ട്, ധാരാളം പേർ ആ മാർഗത്തിൽ പ്രവേശിച്ചിട്ടുണ്ട്, അതിനെ പിന്തുടരാൻ ഒരുപാട് ആളുകളുണ്ട് എന്നത് കണ്ട് നീ വഞ്ചിതനാകി പോകേണ്ടതില്ല. സത്യം ഏതാണോ അതിൽ കുറഞ്ഞ ആളുകൾ മാത്രമാണെങ്കിലും അതിൻ്റെ പിന്നിൽ നീ നിൽക്കണമെന്ന് മഹാനായ ഫുളൈൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് എത്ര സ്മരണീയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യത്തിന്റെ മാർഗത്തിൽ, ശരിയുടെ മാർഗത്തിൽ, ശരികളിൽ ഏറ്റവും ശരിയായ, ഏറ്റവും മുന്തിയുടെ ശരിയിൽ തന്നെ അടിയുറച്ചു നിൽക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് ആശംസിച്ച് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.